പക്ഷപാതികളായ ജനങ്ങൾക്ക് കോൺഗ്രസ്സുകാരല്ല, UDFക്കാരല്ല, ഇടതുപക്ഷക്കാരിൽ തന്നെ ഗണ്യമായ വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഞെട്ടലാണ്. തുടർ ഭരണമെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. അവരാഗ്രഹിക്കുന്ന ഭരണമാറ്റമാണ്. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. 10 വർഷം കഴിഞ്ഞു. ഇനിയൊരു മൂന്നാമെന്ന് പറഞ്ഞാൽ 15 വർഷത്തെ ഗവൺമെൻറ്, 15 വർഷത്തെ പിണറായി ഗവൺമെൻറ്. അത് സഹിക്കാൻ താങ്ങാനുള്ള കരുത്ത് ജനാധിപത്യ കേരളത്തിലില്ല. കരുത്തില്ല. മോഡി പിന്താങ്ങി കൊടുക്കുന്ന ശക്തി കൊടുത്താലും കിട്ടില്ല. മോഡിയുടെ സപ്പോർട്ട് കൈത്താങ് കൊടുത്താലും ഇനി 15 വർഷത്തെ ഒരു പിണറായി ഭരണം ആകാനുള്ള കരുത്ത് കേരള ജനതയ്ക്കില്ല. അവർക്കറിയാം, മൂന്നാമത്തെ ഊഴംകൂടി തുടർഭരണം ഉണ്ടായാൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി മാറും. മഹാദുരന്തം അതായി മാറാം. ദുരന്തം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 വർഷത്തെ ഭരണത്തിലെ ഓരോ കാര്യവും വിശദീകരിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം, 10 വർഷം കൊണ്ട് കേരളം വളരെ പുറകോട്ട് പോയി. ഒരു കാലത്ത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസന കാര്യത്തിൽ നമ്പർ 1 കേരളമായിരുന്നു. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അവർ വികസനത്തിൽ മുന്നോട്ട് പോവുകയാണ്. വികസന കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. കെൽട്രോൺ ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ്. ഐറ്റിക്ക് മുമ്പുള്ള ആ കേരളത്തിൽ കടത്തിവിട്ട് മുന്നോട്ട് കുതിച്ച് പുഴകോട്ട് അടിച്ചുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ട് കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും. അതാണ് സ്ഥിതി. ഇനിയും വന്നാൽ കേരളത്തിൽ വികസനം സ്തംഭിക്കും. വികസനം പൂർണ്ണമായി സ്തംഭിക്കും. ട്രഷറി ഇപ്പോൾ പേയ്മെൻ്റ് ഇല്ല, നിർത്തിയിരിക്കുക. 6 ലക്ഷം കോടി രൂപയുടെ കടവാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടവാണ്. ഇനിയൊരു ഗവൺമെൻറ് വന്നാൽ, പിണറായി ഗവൺമെൻറ് വന്നാൽ കേരള വികസനം സ്തംഭിക്കും. കേരളം പുറകോട്ട് പോകും. തെക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം മുന്നോട്ട് പോകും. എന്ത് കാഴ്ചയാണ്! എന്ന് ദയനീയമായ സ്ഥിതിവിശേഷമാണ് കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും മക്കൾ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങൾ കാണും. ഇന്ന് കേരളത്തിൽ +2 പാസ്സായ വിദ്യാർത്ഥികളിൽ എത്ര പേർ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? +2 പാസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ വസ്തു പണയപ്പെടുത്തി, അല്ലെങ്കിൽ കടം വാങ്ങി, ഒന്നെങ്കിൽ വിദേശത്തേക്ക്, അല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാരുടെ ബാംഗ്ലൂർ, അതുപോലെ സംസ്ഥാനങ്ങളിലേക്ക് പോലെ ആഗ്രഹിക്കുന്നു. ചെറുപ്പക്കാരുടെ കൂട്ടപ്പലായനമാണ് കേരളത്തിൽ. കൂട്ടപ്പലായനം. 40 ലക്ഷം പേർക്ക് ജോലി കൊടുത്തതാണ് കേരളത്തിലെ വ്യവസായ മന്ത്രി പറയുന്നത്. കേരളം ഇന്ന് റെക്കോർഡ് തൊഴിൽ സംസ്ഥാനം ഉണ്ടായ ശേഷം ഇത്രയും തൊഴിലില്ലായ്മ ഉണ്ടായ കാലമില്ല. ആൾക്കാരെല്ലാം കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നത് വിട്ടുപോകാൻ അവസരം ഉണ്ടാകത്തില്ലാത്തതുകൊണ്ടാണ്, അതിന് സാഹചര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാത്ത എല്ലാം കേരളത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പോയാൽ എന്താ സ്ഥിതി? പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും 5ഉം 8ഉം 10ഉം 12ഉം കുട്ടികളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. കാലം കുറെ പോയപ്പോൾ എണ്ണം ചുരുങ്ങി കഴിഞ്ഞ കുറേ നാളായി 2, 3ആയി, പിന്നെ 2ആയി. ലേറ്റസ്റ്റ് ഇപ്പോൾ നമുക്കൊന്ന് ഒരു കുട്ടി, അല്ലേ? ഒരു കുട്ടിയായിട്ട് മതി മിക്ക വീടുകളിലും. അത് കൂടുതലുള്ള കാണുമായിരിക്കും. മിക്ക വീടുകളിൽ ഇപ്പോൾ ഒരു കുട്ടി. ആ കുട്ടി കൂടി വിദേശത്ത് പോയാൽ എന്തായിരിക്കും കേരളത്തെ സ്ഥിതി? കേരളം വൃദ്ധസദനമായി മാറും. ആ വൃദ്ധസദനത്തിലെ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ അന്യസംസ്ഥാനത്തുള്ളവർ വരേണ്ടി വരും. അയൽ സംസ്ഥാനക്കാർ വേണം നമ്മുടെ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾ നോക്കേണ്ടത്.
കേരളം മലയാളികളുടെ നാടായി മാറില്ല. മലയാളികളുടെ നാടായി കേരളം മലയാളികളുടെ നാടല്ലാതായി മാറും. പെരുമ്പാവൂരെല്ലാം ബോർഡിൽ ഹിന്ദിയിലും ആസാമിലുമൊക്കെ ആസാം ഭാഷയിലും ബംഗാളി ഭാഷയിലും ബോർഡ് എഴുതി വച്ചിരിക്കുന്ന പോലെ കേരളമൊട്ടാകെ ബസ്സുകളിൽ ബംഗാളിയിൽ, ഹിന്ദിയിൽ, ബീഹാറിയിൽ ബോർഡ് എഴുതി വെക്കേണ്ടി വരും. പണി എഴുതി വെച്ച സ്ഥലത്ത് തിരുവനന്തപുരത്തിൻ്റെ കൂടെ എഴുതി വെക്കണം ഹിന്ദിയിൽ, ബംഗാളിയിൽ, ആസാമിൽ. കേരളം മലയാളികളുടെ നാടല്ലാതെ മാറും. കേരളം അയൽ സംസ്ഥാനക്കാരുടെ നാടായിട്ട് മാറും. കേരള തനിമ നശിക്കും ഈ ഭരണം തുടർന്നാൽ. അതുകൊണ്ട് ഈ ഭരണത്തെ അവസാനിപ്പിക്കണം. അതാണ് എൻ്റെ ഒന്നാമത്തെ അഭ്യർത്ഥന. മറ്റു വിശദമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടതുപക്ഷക്കാർ, കേരളം ഇടതുപക്ഷത്തിൻ്റെ നാടാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ഇടതുപക്ഷം മാത്രമല്ല, നെഹ്റുവിയൻ ഇടതുപക്ഷം രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നാടാണ്. ഇത്തവണത്തെ സ്ഥിതി എന്താണ്? UDFക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രമല്ല, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ ഇത്തവണ UDF വോട്ട് ചെയ്യാൻ പോകുന്നു. അതാണ് സച്ചിദാനന്ദ മാഷ ചൂണ്ടിക്കാണിച്ചത്, അതാണ് സാറാ ജോസഫ് ചൂണ്ടിക്കാണിച്ചത്, അതാണ് മറ്റു കലകലകാലം പറയുന്നത്. ഇടതുപക്ഷ പാർട്ടി മെമ്പർമാർ, സഹയാത്രികർ, സാംസ്കാരിക നായകന്മാർ ഇനിയൊരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ ഇലക്ഷൻ വന്നാൽ കൂടുതൽ റെബലുകൾ കോൺഗ്രസ്സിലാണ്. ഇപ്പോഴെന്താ? കേരളത്തിലെ SFIയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റ്, ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ 90% നേതാവ്, ആദ്യത്തെ സ്ഥാപക SFI പ്രസിഡന്റ് G. സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടി പുന്നപ്പറയുടെ നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി പയ്യന്നൂർ മുതൽ കേരളം വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് റിബൽ ഉണ്ടാകുന്നു. ഇത് പഠിച്ച് ഉണ്ടാകുന്ന കാര്യമാണോ? അപ്പോൾ ഇടതുപക്ഷക്കാർ ഒന്നൊന്നായി പാർട്ടി വിടുകയാണ്, സഹയാത്രികർ പാർട്ടി വിടുകയാണ്, സാംസ്കാരിക നായകന്മാർ പാർട്ടി വിടുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? പണ്ട് ഞാൻ ലാ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അന്നത്തെ യൂഗോസ്ലാവിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മിലോവൻ ജിലാസിൻ്റെ ന്യൂ ക്ലാസ്, ആ പുസ്തകം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ എൻ്റെ ശേഖരൻ CP ജോൺ പറഞ്ഞു ആ പുസ്തകത്തിൻ്റെ കോപ്പിയോട്. അന്നത്തെ കാലത്ത് അത് എഴുതിയതാണ്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരില്ല. മാർക്സിസ്റ്റ് അവരൊക്കെ നേതാക്കന്മാർ ന്യൂ ക്ലാസ്സായി മാറിയിരിക്കുന്നു, പുതിയ ഭരണവർഗമായി മാറിയിരിക്കുന്നു, അധികാരികളായി മാറിയിരിക്കുന്നു, കമ്മീഷണർമാരായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളായി മാറും. 35 വർഷം തുടർഭരണമുണ്ടായാൽ കേരളം ബംഗാളായി മാറും എന്ന് വിമർശിക്കുകയാണ് AK ആന്റണി.